അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യനുകളാണ്. അപ്പം നമ്മൾ പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിലെയും മൂന്നാമത്തെ ചാപ്റ്ററിലെയും ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് 1, 4, 9 എക്സെട്ര എന്ന പൂർണ്ണവർഗ സംഖ്യ, അതാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്നാണ് എന്ത് പറയുന്നത് കേട്ടോ. അതായത് ഒരു സംഖ്യയുടെ വർഗ്ഗമായ, അതായത് സ്ക്വയർ ആയിട്ടുള്ള സംഖ്യകളുടെ ഒരു ശ്രേണിയാണ് എഴുതിയിരിക്കുന്നത്, ഒരു നമ്പർ സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും എന്തല്ല, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഒന്നും അല്ല കേട്ടോ. അതിൽ നെക്സ്റ്റ് സംഖ്യ ഏതെന്നാണ് വിധേയം. അപ്പോൾ ഇവിടെ 1, 4, 9 എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് 1 1ൻ്റെ സ്ക്വയറാണ്, 4 2ൻ്റെ സ്ക്വയറാണ്, 9 3ൻ്റെ സ്ക്വയറാണ്. അടുത്ത ഏതിൻ്റെ സ്ക്വയറാണ് വരുന്നത്? 4ൻ്റെ സ്ക്വയർ. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 16 അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? 16 ഉത്തരം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന സെക്കൻഡ് ടേമും ഉണ്ട്, ഫിഫ്ത്ത് ടേമും ഉണ്ട് അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും സം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 17 ആണെന്ന് പറഞ്ഞു. അപ്പം നോക്ക് സെക്കൻഡ് ടേം. അപ്പം ഞാൻ സെക്കൻഡ് ടേം പ്ലസ് എത്ര? ഫിഫ്ത്ത് ടേം. ഓക്കേണേ. രണ്ടാം പദത്തിൻ്റെയും അഞ്ചാം പദത്തിൻ്റെയും സം എത്ര? 17. ഓക്കേണേ. അതുപോലെ അവർ പറഞ്ഞിട്ടുണ്ട് മൂന്നാം പദത്തിൻ്റെയും തേർഡ് ടേമിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ഫോർത്ത് ടേമിൻ്റെയും സം എത്ര? 17 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ പ്രസ്താവന. ഓക്കേണേ. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കടാ. ഒരു സമാന്തര ശ്രേണിയിലെ, അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് സ്ഥാനങ്ങളുടെ തുക, അതായത് പൊസിഷനാണ് ഈ 2, 5, 3, 4. ഓക്കെ. പൊസിഷൻ്റെ തുക മറ്റ് രണ്ട് സ്ഥാനങ്ങളുടെ എന്താണ് പൊസിഷൻ്റെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ ഈ ജോഡി സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും തുല്യമാണ്. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ഥാനത്തുള്ള സംഖ്യ, അഞ്ചാമത്തെ സ്ഥാനത്തുള്ള സംഖ്യ, അതിന് രണ്ടിൻ്റെയും കൂടെ സമ്മ 17. മൂന്നാമത്തെ സ്ഥാനത്തുള്ളത്, നാലാമത്തെ സ്ഥാനത്തുള്ളത്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മത്ര 17. ഇവിടെ ഈ 2, 5 ഇതിൻ്റെ പൊസിഷൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും പൊസിഷൻ്റെ സമ്മ 7 ഇവിടെ നോക്ക് 3, 4 ഇതിൻ്റെ രണ്ടിൻ്റെയും പൊസിഷൻ്റെ സമ്മ 7. ഇവൻ്റെ പൊസിഷൻ്റെ സമ്മ സെയിം ആണെങ്കിൽ പദങ്ങളുടെ സമ്മും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെയാണേ. അപ്പോൾ നോക്ക്, ഈ പറഞ്ഞേക്കുന്ന സംഭവത്തിൽ എന്താണ്? ഈ പറയുന്ന പെയറുകളുടെ സമ്മ് ഈ പറയുന്ന പൊസിഷൻ്റെ സമ്മിന് എന്താണ്? തുല്യമായിരിക്കും. അതായത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു 2 പെയർ തന്നേക്കുവാണ്. ആ 2 പെയറിൻ്റെയും പൊസിഷനുകളുടെ സ്ഥാനങ്ങളുടെ തുക നോക്കുക. ആ രണ്ടിൻ്റെ സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ ആ 2 പെയറിൻ്റെയും സമ്മും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സംഭവം ശരിയാണ്. അപ്പോൾ ഒന്നാമത്തതും രണ്ടാമത്തതും ശരിയാണ് അല്ലേ? പ്രസ്താവന 2ഉം ശരിയാണ്. ഓക്കെയാണ്. പ്രസ്താവന 1ൻ്റെ കാരണമല്ലേ പ്രസ്താവന 2. അപ്പോൾ നമുക്ക് ഈ പ്രസ്താവന 1ൽ പറഞ്ഞേക്കുന്നത് 2ൻ്റെയും 5ൻ്റെയും സമ്മ് 17, 3ൻ്റെയും 4ൻ്റെയും സമ്മ് 17. ആ 2ൻ്റെയും 5ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും സമ്മ് 17 ആവാൻ കാരണം എന്താണ്? 2ൻ്റെയും പൊസിഷൻ വാല്യൂവിൻ്റെ സമ്മ് എന്തായതുകൊണ്ടാണ്? സെയിം ആയതുകൊണ്ടാണ്. ഇവിടെ 7 ആയതുകൊണ്ടാണ് അല്ലേ? അപ്പം പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 1ൻ്റെ കാരണമാണ് ഏത്? പ്രസ്താവന 2. ഓക്കെ. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. ഓക്കെയാണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ് നോക്ക്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് where each terms leaves remainder 4 on division by 6. Is this an arithmetic sequence? Y. എൻ്റെ മലയാളമാണ്. 6 കൊണ്ട് ഹരിച്ചാൽ 4 മിച്ചം വരുന്ന എണ്ണൽ സംഖ്യാ ശ്രേണി എഴുതുക. ഇതൊരു സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? ഓക്കെയാണേ. അപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കേസ് അവിടുത്തെ റിമൈൻഡർ ആരെന്ന് നോക്കണം. ഓക്കെയാണേ. റിമൈൻഡർ എടുത്ത് എഴുതണം. 4 ഏത് സംഖ്യയുടെ ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ ഏത് സംഖ്യയുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. അപ്പം മൾട്ടിപ്പിൾ ഏത് സംഖ്യയുടെ മൾട്ടിപ്പിളാണ്? ഏത് സംഖ്യയുടെ ഗുണിതമാണ്? 6ൻ്റെ ഗുണിതമാണ്. അപ്പോൾ ഏതിൻ്റെ മൾട്ടിപ്പിൾ ആണോ അവനാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ. അവനാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ തന്നിരിക്കുന്നതിൽ കോമൺ ഡിഫറൻസ് 6ആണ്. റിമൈൻഡർ 4 അല്ലേ തന്നിരിക്കുന്നത്? അവനായിരിക്കും എല്ലായ്പ്പോഴും ഫസ്റ്റ് ടൈം. ഓക്കെയാണേ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടൈം ആര്? 4. ഇനി 4ൻ്റെ കൂടെ എത്ര കൂട്ടണം? കോമൺ ഡിഫറൻസ് 6 ആയതുകൊണ്ട് 10. അതുകൊണ്ട് വീണ്ടും 6 കൂട്ടണം 16 എക്സെട്ര. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കടാ, ഇവിടെ എന്താണിത്? ഇതൊരു സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എന്തുകൊണ്ടാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആയത്? നമ്മുടെ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാലും അതുപോലെ തന്നെ എന്താണ് തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചാലും നമുക്ക് എന്ത് കിട്ടുന്ന ഡിഫറൻസ് സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? സെയിം ആയതുകൊണ്ട് തന്നെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒറ്റ സംഖ്യകളെല്ലാം 10 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടങ്ങളുടെ ശ്രേണി എഴുതുക. ഇതൊരു സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? റൈറ്റ് ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദി ഓഡ് നമ്പേഴ്സ് ബൈ 10. ഓക്കെയാണേ.
അപ്പോൾ ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം. നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മിനിമം ഒരു 6-7 ഓഡ് നമ്പേഴ്സ് എന്നെങ്കിലും എഴുതിയേക്കണം കേട്ടോ. 1, 3, 5, 7, 9, 11, 13, 15, 17 എക്സെട്ര. ഇതല്ലേ ഓഡ് നമ്പേഴ്സ്. ഈ ഓഡ് നമ്പേഴ്സിനെ എല്ലാം 10 കൊണ്ട് ഹരിച്ചാൽ ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ആരെ കൊണ്ട് ഹരിക്കണം? 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 1 നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളടുത്ത് ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ആ സംഖ്യയേക്കാൾ ചെറുതാണെങ്കിൽ അത് ശിഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ 1നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ലല്ലോ, അവിടെ ശിഷ്ടം 1. 3നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ ശിഷ്ടം 3. കാരണം 5നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 5 എന്ന് പറയുന്നത് 10നേക്കാൾ ചെറിയ സംഖ്യയാണ് അല്ലേ, അപ്പോൾ ശിഷ്ടം 5. 7നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, അവിടെയും എന്താണ് ശിഷ്ടം 7. 9നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, കാരണം എന്താണ് 9 10നേക്കാളും ചെറുതാണ് 9. എന്നാൽ 11നെ നോക്കിയാണ് 11 എന്താണ് 10നേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കൊണ്ട് എന്താണ് ഡയറക്റ്റ് ഹരിക്കാൻ പറ്റുന്നത്, അതായത് നമ്മൾക്ക് എന്താണ് കണക്കെഴുതി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ എന്താണ് കണക്കെഴുതി മാത്രം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമുക്ക് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കാൻ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ തന്നിരിക്കുന്നത് അതിനേക്കാൾ വലിയ സംഖ്യയാണെങ്കിൽ, അപ്പം 11നെ നമ്മൾ എന്താണ് 10 കൊണ്ട് ഹരിക്കുകയാണ്. 11നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു 10 ശിഷ്ടം എത്ര? ഇവിടെ 1 വന്നു. ഇനി 13നെ 10 കൊണ്ട് ഹരിച്ചാലാ ഒരു 10 2 10 20 പോകണില്ലേ, ഇപ്പോൾ ശിഷ്ടം എത്ര? 3. അപ്പോൾ അതുപോലെ 15നെ നമ്മൾ 10 കൊണ്ട് ഹരിച്ചാലാ ഒരു 10 2 10 20 ശിഷ്ടം എത്ര? 5. അപ്പോൾ അതുപോലെ 17നെ 10 കൊണ്ട് ഹരിച്ചാലാ ഒരു 10 ശിഷ്ടം എത്ര? 7. അപ്പോൾ 7 എക്സെട്ര. നോക്ക്, ഇതൊരു സമാന്തര ശ്രേണിയാണോ? അല്ല, കാരണം ഇവിടെ 1 3 5 7 9 അപ്പോൾ അത്രയും ഓക്കെയാണ്, 2 വീതം കൂടി വന്നു. പക്ഷേ അടുത്ത് വന്നേക്കുമ്പോൾ എന്താണ് പിന്നെ 1 കുറഞ്ഞേക്കുവാണല്ലേ. അപ്പോൾ ഇവിടെ എന്തില്ല? ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് 14 23 32 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെയാണേ. അപ്പോഴേ നമ്മൾ കോമൺ ഡിഫറൻസ് ഡി എടുത്ത് എഴുതിയിട്ട് 23 - 14 സമയത്ര 9 അങ്ങോട്ട് എഴുതി വെച്ചേക്കാം. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 108 ആകുമോ എന്തുകൊണ്ട്? അതായത് ഈസ് ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ബി 108? ഓക്കെയാണേ. വേറെ ഒന്നുമില്ലടാ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പദങ്ങളുടെ വ്യത്യാസം, ഇപ്പം ഞാൻ ഈ പറയുന്ന ഇത് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ 32 10 42 41, അടുത്ത 50, അടുത്ത എത്ര 59, ഇങ്ങനെ പോകുമ്പം നമുക്ക് ഈ ഡിഫറൻസ് എത്ര? 9, ഈ ഡിഫറൻസ് എത്ര? 9, ഈ ഡിഫറൻസ് 9, ഈ ഡിഫറൻസ് 9, ഈ ഡിഫറൻസ് 9, ഇങ്ങനെയല്ലേ പോണത്. അപ്പോൾ ഒന്നാമത്തെ പദവും ഈ പറയുന്ന രണ്ടാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 9 9 18 വ്യത്യാസം. ഈ ഒന്നാമത്തതും അടുത്തവനും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാലാണെങ്കിലോ അപ്പോൾ അടുത്ത ഈ ഡിഫറൻസ് 27. അടുത്ത നോക്ക് ഒരു 9 18 27, അടുത്ത എത്ര? 36. അപ്പോൾ ഇവിടെയെല്ലാം ഈ പറയുന്ന ഒന്നാമത്തെ പദവും അടുത്ത പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മളിങ്ങനെ നോക്കുമ്പം എല്ലാം 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ വരുന്നത്. 9 ഒരു 18 27 36 എക്സെട്ര ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം എല്ലായ്പ്പോഴും നമ്മൾ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എന്തിൻ്റെ ഗുണിതമായിരിക്കും? 9ൻ്റെ ഗുണിതമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻസ് 108 അല്ലേ. ആ 108 9ൻ്റെ ഗുണിതമാണോ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. അതായത് 108നെ 9 കൊണ്ട് എന്ത് ചെയ്യാം? പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 9 1 8 2 എത്ര? 18. അപ്പം പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നോക്ക്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറയുന്ന 108 ഈ പറയുന്ന സമാന്തര ശ്രേണിയിൽ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആകും. ഓക്കെയാണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15ാം പദം കാണുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ അടുത്ത് എന്ത് ചോദിച്ചേക്കുവാണ്? ഈ പറയുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രേണിയുടെ 15ാം പദം കണ്ടുപിടിക്കാനാണ്. ഓക്കെയാണ്, 15ാം പദം. അപ്പോൾ 15ാം പദം കണ്ടുപിടിക്കാൻ നമുക്കറിയാം 15ാം പദം സമം എന്താണ്? ഒന്നാം പദത്തിൻ്റെ കൂടെ 15 വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഒന്നാം പദം നമുക്കറിയാം 14 + 15 ഗുണം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര വരും? 14 + 144 ഗുണം 9 ചെയ്യുമ്പോൾ നമുക്ക് 140 വരും. അപ്പോൾ രണ്ടിൻ്റെ ആൻസർ ചെയ്ത് 140. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് 230 എന്നാണ്. അപ്പോൾ എത്രാമത്തെ പദമാണ് 230 എന്ന് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, xn മൈനസ് x1 ഓക്കെ ബൈ d പ്ലസ് 1. ഇതാണ് നമുക്കുള്ള ഇക്വേഷൻ. അതായത് എന്നാം പദം അല്ലേ 230, ഒന്നാം പദം ചോദിച്ചാൽ എത്ര, 14 ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്, 9 ഓക്കെ പ്ലസ് എത്ര, 1 ചെയ്യണം. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 230 മൈനസ് 14 എത്ര വരും, നമുക്ക് 216 വരും ബൈ 9 പ്ലസ് 1. അപ്പം നമ്മളൊരു കാര്യം ആലോചിച്ചോണം, നമുക്കുള്ള ഒരു ക്രിയ ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിൽ ഒന്നിലധികം സൈനുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെന്താണ് എല്ലായ്പ്പോഴും എന്താണ് ഈ ഒരു ഓർഡറിൽ വേണം ചെയ്യാൻ കേട്ടാ. എങ്ങനെയാ, ബോർഡ് മാസം എന്ന് പറയുന്ന ഒരു ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പം ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇനി ഇവിടെ നമുക്ക് ഡിവിഷൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ന്യൂമറേറ്ററിൻ്റെ മൊത്തത്തിൽ നമുക്കൊരു ഉത്തരം വേണം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്താണ് അവിടെ കുറച്ചത് കേട്ടാ. ഇവിടെ 216/9 ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും, 24 വരും പ്ലസ് 1 എത്ര, 25. ഇവിടുത്തെ ഉത്തരം എത്ര, 25ാമത്തെ പദമാണേത്, 230 ഓക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒരു സമാനശ്രേണിയുടെ 4ാം പദം ഓക്കെ. 4ാം പദം 51, 6ാം പദം എത്ര, 45. എന്നാൽ 5ാം പദം കാണാനാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ ടീച്ചർ ചിലപ്പം പഠിപ്പിച്ചേക്കുന്ന രീതിയിൽ വെച്ച് വേണം നിങ്ങൾ എഴുതാൻ. ചില ടീച്ചർമാർ 4ാം പദത്തിനോട് 2 വട്ടം പൊതു വ്യത്യാസം കൂട്ടിയുമ്പോഴാണ് 6ാം പദം കിട്ടുന്നത്. 4ാം പദം എത്ര, 51 പ്ലസ് 2d എത്ര, 45. ഇതിന്ന് 2d സമം എത്ര, 45 മൈനസ് എത്ര, 51 എന്ന് വരും. അപ്പോൾ 45 മൈനസ് 51 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, ആൻസർ 45 5 50 6 വരും, -6 വരും. d ചെയ്യുമ്പോൾ -6/2 ചെയ്യുമ്പോൾ എത്ര, -3 വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര വന്ന്, -3 വന്ന്. അപ്പം T4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51 അല്ലേ. T5 എന്ന് പറഞ്ഞാൽ 51 പ്ലസ് -3. 51 പ്ലസ് -3 ചെയ്യുമ്പോൾ 51 മൈനസ് 3 ആൻസർ എത്രയെന്ന് പറഞ്ഞു വരും, 48 വരും. ആൻസർ എത്രയാണ്, 48. അപ്പം ഇങ്ങനെ ചെയ്യുക ഓക്കെ. അത് ഈ ഒരു മോഡൽ സ്കൂളിൽ പഠിപ്പിച്ചവർ ആ ഒരു മോഡൽ ചെയ്യുക ഓക്കെയാണേ. അല്ലാത്തവരെന്ത് ചെയ്യുക, നമ്മൾ വേറൊരു മോഡൽ. അപ്പം 4ാം പദം എത്ര, 51, 6ാം പദം എത്ര, 45. നമുക്ക് എപ്പോഴും ചെയ്യണമെങ്കിൽ കോമൺ ഡിഫറൻസ് വേണമല്ലോ. അപ്പം ഈ പറയുന്ന കോമൺ ഡിഫറൻസ് d സമം 45 മൈനസ് 51 ഭാഗം 6 മൈനസ് 4. അപ്പം മുകളിൽ ചെയ്യുമ്പോൾ എത്ര, -6 ഭാഗം 6 മൈനസ് 4 2 മൈനസ് 3. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിയല്ല. അപ്പോൾ 5ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 4ാം പദമായ 51നോട് -3 കൂട്ടിയാൽ മതി. അപ്പോൾ ആൻസർ എത്ര വരും, 48 വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ആ കണക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, 5ാം പദത്തിനോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ആദ്യ പദം ലഭിക്കുക. വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ദി 5th ടൈം ടു ഗെറ്റ് ഇറ്റ് ഫസ്റ്റ് ടൈം ഓക്കെയാണേ. അപ്പോൾ നമുക്കിവിടെ 5ാം പദം കിട്ടി. 5ാം പദം എത്രയെന്നാണ് കിട്ടിയത്, നമുക്ക് 48 എന്നാണ് 5ാം പദം കിട്ടിയത്. അപ്പോൾ 1ാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 5ാം പദത്തിൽ നിന്നും 4 വട്ടം പൊതു വ്യത്യാസം കുറച്ചാൽ പോരെ. അപ്പോൾ 5ാം പദം 48 മൈനസ് 4 ഗുണം പൊതു വ്യത്യാസം, നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണ് ഇവിടെ കിട്ടിയത്, -3 എന്നല്ലേ കിട്ടിയത്. അപ്പം 48 മൈനസ് 4 ഗുണം -3 എത്ര, -12 ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു 48 പ്ലസ് 12 60 ഓക്കെ. അപ്പം 1ാം പദം നമുക്ക് എത്രയെന്ന് കിട്ടി, 60 എന്ന് കിട്ടി. 5ാം പദം നമുക്ക് എത്രയെന്ന് കിട്ടി, 48 കിട്ടി ഓക്കെയാണേ. അപ്പോൾ നമ്മളത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 5ാം പദത്തിനോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ഏതാണ് ആദ്യ പദം കിട്ടുക എന്നാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 1ാം പദവും 5ാം പദവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ പോരെ. 60 മൈനസ് 48 എത്ര, 12 ഓക്കെയാണ്. അപ്പോൾ 2ൻ്റെ ഉത്തരം 12 ആണ്. അപ്പോൾ ഈ 48നോട് നമ്മളെന്താണ് 12 കൂട്ടിയാലാണ് നമുക്ക് എത്ര ഉത്തരം കിട്ടുന്നത്, 60 ഉത്തരം കിട്ടുന്നത്. ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാൻ പറയുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം 1ാമത്തെ പദം നമുക്ക് എത്രയെന്ന് കിട്ടി, 60 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് -3 എന്നും കിട്ടി. അപ്പോൾ 2ാം പദം കണ്ടുപിടിക്കാൻ 60 പ്ലസ് -3 ആൻസർ എത്ര, 57 ഓക്കെയാണേ. 3ാം പദം എന്ന് പറഞ്ഞാൽ 57 പ്ലസ് -3 ആൻസർ എത്ര, 54. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യണം, 60 57 54 എക്സെട്ര എന്നിങ്ങനെ എന്താണ് ഉത്തരം ചെയ്തിടണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, നോക്ക്. ഫസ്റ്റ് 7 ടേംസിൻ്റെ സം ഓക്കെയാണേ. 7 പദങ്ങളുടെ തുക എത്ര, 133 തന്നിട്ടുണ്ട് ഓക്കെയാണേ.
അതുപോലെ ആദ്യത്തെ 14 പദങ്ങളുടെ തുക എത്ര? 511 തന്നിട്ടുണ്ട്. എന്നാൽ 4-ാം പദം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെയാണേ. നമുക്കറിയാം, നമുക്ക് ആദ്യത്തെ 7 പദങ്ങൾ T1, T2, T3, T4, T5, T6, T7 ഓക്കെയാണേ. തന്നിരിക്കുന്ന ശ്രേണിയിലെ നമ്പേഴ്സിൻ്റെ എണ്ണം എന്താണ്? ഓഡ് നമ്പറാണ്. ഓക്കെയാണേ. നമ്പേഴ്സിൻ്റെ എണ്ണം ഓഡ് വന്നാൽ, അതായത് ഒറ്റസംഖ്യ വന്നാൽ അതിനെന്തുകൊണ്ട് ഒരു മധ്യപദമുണ്ട് എന്ന് ആലോചിച്ചോണം. ഓക്കെയാണേ. അപ്പോൾ ഇവൻ്റെ മധ്യപദം അല്ലേടാ T4. അപ്പം ഈ പറയുന്ന മധ്യപദം ഗുണം ഇവൻ്റെ എണ്ണമല്ലേ സമ്മ്. അപ്പം T4 ഗുണം 7 നമുക്ക് 133 എന്ന് തന്നിരിക്കുന്നത്. ഇതിൽ മധ്യപദമായ 4 T4 എന്ന് പറഞ്ഞാൽ എത്ര? 133 ഭാഗം എത്ര വരും? 7 വരും. ആൻസർ 19 ഉത്തരം. ഇങ്ങനെ ഈ കണക്ക് ചെയ്യാം. ഇനി നോക്ക്, അടുത്ത ക്വസ്റ്റ്യനാണ് 11-ാം പദം. 11-ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം. നമ്മൾ എഴുതുവാണ്. അപ്പോൾ ആദ്യത്തെ 7 പദങ്ങൾ ഓൾറെഡി എഴുതിയല്ല. ഇനി 8 + 9 + 10 + 11 + 12 + 13 + 14 ഓക്കെയാണേ. ഇത്രയും എണ്ണത്തിൽ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടുത്തെ മധ്യപദം അല്ലേടാ 11. അപ്പം നമുക്ക് അറിയാം ആദ്യത്തെ എത്ര? 7 എണ്ണത്തിൻ്റെ സം, അതായത് 7 വരെയുള്ള സം എത്രയെന്നറിയാം? 133 എന്നറിയാം. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു കാര്യം അറിയാം. എന്തറിയാം? ഈ 14 എണ്ണത്തിൻ്റെയും, അതായത് 1 മുതൽ, 1 ഞാൻ ഓൾറെഡി എഴുതിയോണ്ടാണ് പിന്നെ എഴുതാത്തത്, 14 വരെയുള്ള സം എത്രയെന്നറിയാം? 511 എന്നറിയാം. എന്നാൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 511 - 133 ചെയ്താൽ പോരെ? 511 - 133 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 378 വരും. ഓക്കെയാണേ. അപ്പം T8 മുതൽ T14 വരെയുള്ള സമാന്തര ശ്രേണിയുടെ സമ്മ് 378. അതിൻ്റെ മധ്യപദം എത്രയാണ്? 11 അല്ലേ? മധ്യപദം 11 ഇൻറ്റു ഓക്കെയാണേ. ആകെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അതിൻ്റെ സമ്മല്ലേ 378. ഇതിന് T11 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 378 ഭാഗം 7. ആൻസർ എത്ര? 54 എന്ന് വരും. ഓക്കെയാണേ. അപ്പം നമുക്ക് ഇവിടുത്തെ ഏതൊക്കെ പദങ്ങൾ അറിയാം? T4 അറിയാം. T4 4-ാം പദം അറിയാം. 4-ാം പദം എത്രയാണ് നമുക്ക് കിട്ടി? 19 എന്ന് കിട്ടി. അതുപോലെ 11-ാം പദം നമുക്ക് കിട്ടി. എത്രയെന്ന് കിട്ടി? ഇവിടെ കിട്ടി 54 എന്ന് കിട്ടി. ഓക്കെയാണേ. എന്നാൽ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഈ 2 എണ്ണം അറിയാമെങ്കിൽ നമുക്ക് ഡി കണ്ടുപിടിച്ചുകൂടെടാ. ഡി 54 - 19 ഭാഗം 11 - എത്ര? 4. ഓക്കെയാണേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും കോമൺ ഡിഫറൻസ്? അപ്പോൾ 54 - 19 ചെയ്യുമ്പോൾ നമുക്ക് എത്ര? 35 കിട്ടും. 11 - 4 ചെയ്യുമ്പോൾ എത്ര? 7 കിട്ടും. ആൻസർ എത്രയെന്ന് വരും? 5 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര വന്ന്? 5 എന്ന് പറഞ്ഞത്. ഓക്കെ. 4-ാം പദം നിങ്ങൾക്ക് അറിയാം എത്ര? 19. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലൊക്കെ ചെയ്യാം. ഇനി 3-ാം പദം എന്ന് പറഞ്ഞാൽ 19 നിന്ന് അങ്ങോട്ട് 5 കുറച്ചാൽ പോരെടാ. 19 നിന്ന് 5 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 19 നിന്ന് 5 പോയാൽ 14. ഓക്കെയാണേ. 2-ാം പദം എന്ന് പറഞ്ഞാൽ 14 നിന്ന് 5 കുറച്ചാൽ പോരെ. 14 നിന്ന് 5 കുറച്ചാൽ എത്ര? 9 വരും. 1-ാം പദം എന്ന് പറഞ്ഞാൽ എത്ര? ഈ പറയുന്ന 9 നിന്ന് 5 കുറച്ചാൽ പോരെ. 4 എന്ന് വരും. അപ്പോൾ ആൻസർ 4, 9, 14 എക്സെട്ര. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് എഴുതിയിടാം കേട്ടോ. ഇവിടെ നിങ്ങൾ വേറെ പരിപാടികളൊന്നും നോക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി.